പഞ്ചായത്ത് റെസ്റ്റോറന്റ് ലൈസൻസ് റദ്ദാക്കിയതിനു ശേഷവും ഏറ്റുമാനൂരിൽ വിവാദ ബാർ ഹോട്ടലിന്റെ പ്രവർത്തനം തുടരുന്നു. അവധി ദിനമായതിനാൽ സ്റ്റോപ്പ് മെമ്മോ വിശദമായി പരിശോധിക്കാനായില്ലെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ലഭിച്ച സ്റ്റേ ഉത്തരവ് നിലനിൽക്കുന്നതായാണ് ബാർ ഉടമകൾ അവകാശപ്പെടുന്നത്. ഉടമകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ അന്വേഷണത്തിനൊടുവിലാണ് സ്ഥാപനത്തിന്റെ റെസ്റ്റോറന്റ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടത്. റെസ്റ്റോറന്റ് ലൈസൻസ് ഇല്ലാതാകുന്നതോടെ ബാറിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് നിയമം. എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ബാർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് പരാതിക്കാരനായ ശ്രീകുമാർ ആരോപിക്കുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ലൈസൻസ് സ്വീകരിക്കാതെയും അത് ആവശ്യപ്പെടാതെയും മൗന അനുവാദത്തോടുകൂടി നിയമവിരുദ്ധമായി ബാർ ഹോട്ടൽ പ്രവർത്തിക്കാൻ കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ വേണ്ട ഒത്താശകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ നിന്നും നേരത്തെ ലഭിച്ച സ്റ്റേയുടെ പിൻബലത്തിലാണ് ബാർ പ്രവർത്തനം തുടരുന്നതെന്ന് ബാർ ഉടമകൾ പ്രതികരിച്ചു. അതായത് 18/12 അവസാനമായിട്ട് നമുക്ക് ഓർഡർ കിട്ടിയേക്കുന്ന ഫർദർ ഓർഡേഴ്സ്, അതായത് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഫർദർ ഓർഡർ വരുന്നിടം വരെ ബാറും റെസ്റ്റോറൻറ്റ് നടത്താനുള്ള ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്റ്റേ നിലവിലില്ലെന്നും നിയമാനുസൃതം ബാർ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്നുമാണ് പഞ്ചായത്തിന്റെ നിലപാട്. അവധി ദിനമായതിനാൽ വിശദമായ പരിശോധന നടത്തിയില്ലെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രതികരിച്ചു. ബാർ അടച്ചുപൂട്ടും മുമ്പ് വിശദമായ പരിശോധനകൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം.